നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ മാസം അതായത് ജൂൺ 2020 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം വരുന്നത് ഓപ്പോ ഫൈൻഡ് X2 എന്ന ഫോണാണ്. ഈ ഫോൺ ഗ്ലോബലി ലോഞ്ച് ചെയ്ത ഫോണാണ്. ഈ ഫോൺ ഇപ്പം ഇന്ത്യയിൽ സൈറ്റിലേക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 6.7 ഇഞ്ചിൻ്റെ കോഡ് HD+ AMOLED ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൽ കേർവ്ഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 865 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതിൽ മെയിൻ സെൻസർ 48 മെഗാ പിക്സലുമായിട്ടാണ് വരുന്നത്. പിന്നെ 13 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസും 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 4200 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇതിൽ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോൺ കുറച്ച് നേരത്തേക്ക് ആമസോണിൽ ലിസ്റ്റ് ചെയ്തിരുന്നു, പിന്നീട് അത് റിമൂവ് ചെയ്തിരുന്നു. അപ്പം ഈ ഫോണിൻ്റെ ഒരു വില കൊടുത്തിരുന്നത് 69,990 രൂപയാണ്. പിന്നെ ഈ ഫോണിൻ്റെ കൂടെ ഓപ്പോ ഫൈൻഡ് X2 Pro എന്ന ഫോണും ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. ഈ ഫോൺ എവിടെയും ലിസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ ഗ്ലോബലി ഓപ്പോ ഫൈൻഡ് X2 എന്നുള്ള ഫോണിൻ്റെ കൂടെ ഈ ഫോണും ലോഞ്ച് ചെയ്തിരുന്നു. ഈ രണ്ട് ഫോണും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഓപ്പോ ഫൈൻഡ് X2 Proയിൽ 5x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസിന് പകരം ഇതിൽ 48 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 4260 mAh ബാറ്ററിയും വരുന്നുണ്ട്. പിന്നെ ഓപ്പോ റെനോ 4 സീരീസ് ജൂൺ 5 ചൈനയിൽ ലോഞ്ച് ചെയ്യും. ഈ ഫോണുകൾ ചിലപ്പം ഇന്ത്യയിൽ ഈ മാസം തന്നെ ലോഞ്ച് ചെയ്തേക്കാം. ഓപ്പോ റെനോ 4 സീരീസിൽ 2 ഫോണുകളാണ് വരുന്നത്. ഓപ്പോ റെനോ 4ഉം പിന്നെ ഓപ്പോ റെനോ 4 പ്രോയും. 2 ഫോണുകളും സ്നാപ്ഡ്രാഗൺ 765G എന്നുള്ള 5G പ്രോസസ്സറുമായിട്ടായിരിക്കും വരിക. ഓപ്പോ റെനോ 4ൽ 6.43 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയും ഓപ്പോ റെനോ 4 പ്രോയിൽ 6.55 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയും വരും. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ പിന്നിൽ 48 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസറും 12 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസും 13 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും പിന്നെ ഒരു TOF ലെൻസും വരും. ഓപ്പോ റെനോ 4ൽ 32+2 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഓപ്പോ റെനോ 4 പ്രോയിൽ 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരും. പിന്നെ 4000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും 2 ഫോണുകളും വരിക. ഇതിൽ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഹുവാവയുടെ ഹുവാവെ P40 എന്നുള്ള ഫോൺ ഹുവാവയുടെ ഇന്ത്യൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. 6.1 ഇഞ്ചിൻ്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. കിരിൻ 990 എന്നുള്ള 5G പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോണിൻ്റെ പിന്നിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസറും 8 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസും പിന്നെ 16 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും. ഫ്രണ്ടിൽ നമുക്ക് 32 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസറും അതുപോലെ തന്നെ ഒരു TOF ലെൻസും ലഭിക്കും. 3800 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 22.5 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ കൂടെ ചിലപ്പം ഹുവാവെ P40 Pro എന്നുള്ള ഫോണും അതുപോലെ തന്നെ ഹുവാവെ P40 Pro Plus എന്നുള്ള ഫോണും ലോഞ്ച് ചെയ്തേക്കാം. ഈ ഫോണുകൾ ലിസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. iqoo എന്ന കമ്പനിയുടെ കഴിഞ്ഞ മാസം ചൈനയിൽ ലോഞ്ച് ചെയ്ത ഫോണാണ് iqoo Neo 3. ഈ ഫോൺ ചിലപ്പം ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാം. 6.57 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഡിസ്പ്ലേയിൽ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 865 എന്നുള്ള 5G പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48+8+2 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരും. പിന്നെ 4500 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇതിൽ 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില ഏകദേശം 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരാനാണ് സാധ്യത. പിന്നെ iqoo Neo 3 എന്ന ഫോണിൻ്റെ MediaTek Dimensity 1000+ എന്നുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണാണ് iqoo Z1 5G എന്ന ഫോൺ. ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരാനാണ് സാധ്യത. പിന്നെ ചിലപ്പം ഈ 2 ഫോണുകളും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തോളണമെന്നില്ല, ചിലപ്പം ഏതെങ്കിലും ഒരു ഫോണേ ലോഞ്ച് ചെയ്യൂ. വിവോ X50 സീരീസ് ജൂൺ 1 ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിൽ വിവോ X50 എന്നുള്ള ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് റിപ്പോർട്ട്. 6.56 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 765G എന്നുള്ള 5G പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഫോണിൻ്റെ പിന്നിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരും. 48 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസറും 8 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും പിന്നെ 13 മെഗാ പിക്സലിൻ്റെ പോർട്രേറ്റ് ലെൻസും വരും. ഫ്രണ്ടിൽ നമുക്ക് 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ലഭിക്കാനാണ് സാധ്യത. 4315 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഇതിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യും. സാംസങ്ങിൻ്റെ ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന കൺഫേം ആയ ഫോണുകളാണ് സാംസങ് M01ഉം അതുപോലെ സാംസങ് M11ഉം. 2 ഫോണുകളും ജൂൺ 2 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. സാംസങ് M01 വരിക 5.71 ഇഞ്ചിൻ്റെ HD+ TFT ഡിസ്പ്ലേയുമായിട്ടായിരിക്കും. സ്നാപ്ഡ്രാഗൺ 439 എന്നുള്ള പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുക. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 13+2 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 5 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരും.
4000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൻ്റെ വില 8999 രൂപയായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. സാംസങ് M11 നമുക്ക് 6.4 ഇഞ്ചിൻ്റെ HD+ പഞ്ചോൾ ഡിസ്പ്ലേ ലഭിക്കും. സ്നാപ്ഡ്രാഗൺ 450 എന്നുള്ള പ്രൊസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ 13+5+2 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരും. 5000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഇതിൽ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ വില 10,999 രൂപയായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. പിന്നെ സാംസങ്ങിൻ്റെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണുകളാണ് സാംസങ് M51ഉം അതുപോലെ സാംസങ് M31s. രണ്ട് ഫോണുകളും 64 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പുമായിട്ടായിരിക്കും വരിക. പിന്നെ സാംസങ് M51 എന്നുള്ള ഫോണ് സാംസങ് A51ൻ്റെ അടുത്ത് വരുന്ന ഒരു സ്പെസിഫിക്കേഷനുമായിട്ടായിരിക്കും വരിക. സാംസങ് A51ൽ നമുക്ക് 48 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ സാംസങ് M51ൽ നമുക്ക് 64 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസർ ലഭിക്കും. പിന്നെ സാംസങ്ങിൻ്റെ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉള്ള മറ്റൊരു ഫോണാണ് സാംസങ് A31. 6.4 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ മീഡിയാടെക്കിൻ്റെ ഹീലിയോ P65 എന്നുള്ള പ്രൊസസ്സർ ഈ ഫോണിൽ നമുക്ക് ലഭിക്കാനാണ് സാധ്യത. ഫോണിൻ്റെ പിന്നിൽ 48+8+5+5 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 20 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരും. 5000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. OnePlusൻ്റെ ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണാണ് OnePlus Z. 6.4 ഇഞ്ചിൻ്റെ പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 765G എന്നുള്ള 5G പ്രൊസസ്സർ ലഭിക്കാനാണ് സാധ്യത. ഈ ഫോണിൻ്റെ വില 25,000-ൻ്റെയും അതുപോലെ 30,000-ൻ്റെയും ഇടയിൽ വരാനാണ് സാധ്യത. പിന്നെ ഈ മാസം ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഫോണാണ് Redmi 9. 6.53 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ നമുക്ക് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G70 എന്നുള്ള പ്രൊസസ്സർ ലഭിക്കാനാണ് സാധ്യത. ഫോണിൻ്റെ പിന്നിൽ 13+8+5+2 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരും. 5000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൻ്റെ വില മിക്കവാറും 10,000 രൂപയ്ക്ക് താഴെയായിരിക്കും. പിന്നെ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൻ്റെ കൂടെ Redmi 9A എന്നുള്ള ഫോണും അതുപോലെ തന്നെ Redmi 9C എന്ന ഫോണും വരും. രണ്ട് ഫോണുകളും 6.53 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും വരിക. രണ്ട് ഫോണുകളിലും നമുക്ക് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G25 എന്നുള്ള പുതിയൊരു പ്രൊസസ്സറായിരിക്കും ലഭിക്കുക. രണ്ട് ഫോണുകളിലും 5000 mAh ബാറ്ററി വരും. പിന്നെ Redmi 9A എന്ന ഫോണിൻ്റെ പിന്നിൽ 13 മെഗാപിക്സലിൻ്റെ ക്യാമറയും ഫ്രണ്ടിൽ 5 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരും. Redmi 9C എന്ന ഫോണിൽ പിന്നിൽ 13+2 മെഗാപിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 5 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരും. പിന്നെ റെഡ്മിയുടെ ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉള്ള മറ്റൊരു ഫോണാണ് Redmi Note 9. ഈ ഫോൺ ഗ്ലോബലി ഓൾറെഡി ലോഞ്ച് ചെയ്ത ഫോണാണ്. 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD+ പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ നമുക്ക് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G85 എന്നുള്ള പ്രൊസസ്സർ ലഭിക്കും. ഫോണിൻ്റെ പിന്നിൽ 48+8+2+2 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 13 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരും. 5020 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഇതിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. ഈ ഫോണിൻ്റെ വില ഏകദേശം 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരാനാണ് സാധ്യത. പിന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള മറ്റൊരു ഫോണാണ് Redmi K30 Pro. ഈ ഫോൺ ഗ്ലോബലി പോക്കോ F2 Pro എന്ന പേരിൽ ലോഞ്ച് ചെയ്ത ഫോണാണ്. പക്ഷേ ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോൺ ഇന്ത്യയിൽ Redmi K30 Pro എന്ന പേരിലായിരിക്കും ലോഞ്ച് ചെയ്യുക. 6.67 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ നമുക്ക് പോപ്പപ്പ് സെൽഫി ക്യാമറ ലഭിക്കും. സ്നാപ്ഡ്രാഗൺ 865 എന്നുള്ള 5G പ്രൊസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ നമുക്ക് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ലഭിക്കും. 64 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറും 5 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസും 13 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും പിന്നെ 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും വരും. 20 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ ആയിരിക്കും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുക. ഈ ഫോണിൽ നമുക്ക് 4700 mAh ബാറ്ററി ലഭിക്കും. പിന്നെ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ പോക്കോ M2 Pro എന്ന ഫോൺ ഇന്ത്യയിൽ ഷവോമിയുടെ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരുന്നു. ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ഈ മാസം ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും സ്നാപ്ഡ്രാഗൺ 720G എന്നുള്ള പ്രൊസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക എന്നാണ് റിപ്പോർട്ട്. പിന്നെ റിയൽമിയുടെ കാര്യം പറയുകയാണെങ്കിൽ റിയൽമിയുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗ്ലോബലി ലോഞ്ച് ചെയ്ത റിയൽമി X3 സൂപ്പർ സൂം എന്നുള്ള ഫോൺ ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 6.6 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 855+ എന്നുള്ള പ്രൊസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ നമുക്ക് ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 64 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 8 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസും അതുപോലെ 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും വരുന്നുണ്ട്. ഈ ഫോണിൽ 60x സൂം സപ്പോർട്ട് ചെയ്യും. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 32 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറും അതുപോലെ 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസുമാണ് ലഭിക്കുന്നത്. 4200 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില ഏകദേശം 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരാനാണ് സാധ്യത. പിന്നെ കുറച്ച് മുമ്പ് ചൈനയിൽ ലോഞ്ച് ചെയ്ത റിയൽമി X50M 5G എന്ന ഫോൺ ഇന്ത്യയിൽ റിയൽമിയുടെ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരുന്നു. അപ്പം ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്.
പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റിയൽമി X3 എന്ന ഫോണിൻ്റേതെന്ന് പറഞ്ഞിട്ടുള്ള ചില സ്പെസിഫിക്കേഷൻ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷനും ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷനും ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പം ഈ ഫോൺ ചിലപ്പം റിയൽമി X3 എന്ന പേരിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാം. 6.57 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 765G എന്നുള്ള 5G പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഫോണിൻ്റെ പിന്നിൽ നമുക്ക് 48 മെഗാ പിക്സലിൻ്റെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ലഭിക്കും. ഫ്രണ്ടിൽ 16+2 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരും. 4200 mAhൻ്റെ ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇതിൽ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റിയൽമി X3 സൂപ്പർ സൂം എന്നുള്ള ഫോണിൻ്റെ കൂടെ ഗ്ലോബലി ലോഞ്ച് ചെയ്ത റിയൽമി 6S എന്നുള്ള ഫോണിന് ഇന്ത്യയിൽ BIS സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പം ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 6.5 ഇഞ്ചിൻ്റെ പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTekൻ്റെ ഹീലിയോ G90T എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഫോണിൻ്റെ പിന്നിൽ നമുക്ക് 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ലഭിക്കും. ഫ്രണ്ടിൽ നമുക്ക് 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ലഭിക്കും. 4300 mAhൻ്റെ ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇതിൽ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില ഏകദേശം 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരാനാണ് സാധ്യത. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചൈനയിൽ ലോഞ്ച് ചെയ്ത റിയൽമി X50 Pro പ്ലെയർ എഡിഷൻ എന്നുള്ള ഫോൺ ഇന്ത്യയിൽ റിയൽമിയുടെ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരുന്നു. അപ്പം ഈ ഫോണും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 6.44 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 865 എന്നുള്ള 5G പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16+2 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പുമാണ് വരുന്നത്. 4200 mAhൻ്റെ ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൽ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Asus ROG Phone 3 അതുപോലെ തന്നെ Asus Zenfone 7 എന്നീ ഫോണുകളൊക്കെ Geekbench സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഉള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണുകൾ ജൂലൈയിലായിരിക്കും ലോഞ്ച് ചെയ്യുക. പക്ഷേ ചിലപ്പം ഈ ഫോണുകൾ ജൂണിലും ലോഞ്ച് ചെയ്തേക്കാം. സ്നാപ്ഡ്രാഗൺ 865 എന്നുള്ള 5G പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോണുകൾ വരിക. അപ്പം ഇതൊക്കെയാണ് ഈ മാസം ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണുകൾ. ഇതിൽ ഏത് ഫോണിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.